സ്തുതിച്ചു. രക്ഷകൻ നമ്മുടെ കൂടെയാണ്, അഭിഷേകമുള്ളവർ കൂടെയാണ്. അവൻ പരിശുദ്ധന് മഹത്വപ്പെടുത്തുന്നു. വസ്ത്രാന്തരത്തിൽ സ്പർശിച്ച രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പോലെ ഞങ്ങൾ വിശ്വാസത്തോടെ വഴിയിലേക്ക് കാത്തിരുന്നു. ഒരു മരത്തിന് മുകളിലാണ്. എന്നാൽ കർത്താവ് ഭവനത്തിലേക്ക് വന്ന് ആ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന അനുഭവം അവർക്ക് നൽകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും നീന്താവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുവാൻ പോകുന്ന ഈ പതാക കാരുണ്യപൂർവ്വം ആശീർവദിക്കണം.
മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. പുണ്യചരിതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പരിശുദ്ധ കന്യകാമറിയത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുകയാണ്. ആത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വലുപ്പവും ചെറുപ്പവും. മാതൃക കാണിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറുവാൻ പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ അനുഗ്രഹം മാധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും പരിശുദ്ധ വ്യാകുല മാതാവിനെ പ്രത്യേകമായ വിധത്തിൽ ക്ഷണിച്ചു വരുത്തി ആ അമ്മയുടെ സാന്നിധ്യം എന്നും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിൽ
അനുഭവിക്കുവാനുള്ള കൃപാവരം ഈ തിരുനാളിൽ പങ്കുകൊള്ളുന്ന നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ ദിവ്യബലി നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ തിരുനാളിൽ പങ്കുകൊള്ളുന്ന നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ ദിവ്യബലി നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം. സഹോദരരെ, അഭിവാദത്തെ പറ്റി കർത്താവിന്റെ കൽപ്പനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ വിശ്വസ്തനായിരിക്കാൻ കർത്താവിൽ നിന്നും കരുണ ലഭിച്ചവൻ എന്ന നിലയിൽ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. ആസന്നമായ ദിവസന്ധി കണക്കിലെടുക്കുമ്പോൾ ഓരോരുത്തരും ഇപ്പോഴത്തെ നിലയിൽ തുടർന്ന് കാര്യങ്ങൾ നല്ലതെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും ലഭിക്കുന്നവർ ലഭിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. മകളെ കേൾക്കുക, ചെവിചായ്ച്ച് ശ്രദ്ധിക്കുക. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും. ഭൂമിയിൽ എങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും. ചെവിചായ്ച്ച് ശ്രദ്ധിക്കുക. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും. ഭൂമിയിൽ എങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും. യേശുവിന്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തന്നെ മാതാപിതാക്കൾ അറിഞ്ഞില്ല. ഈ ഇടവകയുടെ വികാരിയായ ജസ്റ്റിൻ അടൂലച്ച ജോസഫ് തോണിയച്ച തിരുനാള് വിശ്വാസപൂർവം ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റ് ജോൺസൺ ഈ പ്രധാന കത്തോലിക്ക തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പ് പിതാവിനെയും സഹായമെത്രാൻ ആന്റണി വാര്യർ പിതാവിനെയും ഇടവകയിൽ നയിക്കുന്ന ഞങ്ങളുടെ വികാരി ജസ്റ്റിൻ അച്ഛനെയും സഹവികാരി ജോസഫ് ടോമിയച്ചനെയും മറ്റ് സഭാധികാരികളെയും സമർപ്പിക്കുന്നു. ദൈവജനത്തെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നയിക്കുവാൻ ആവശ്യമായ കൃപാവരം പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളോട് നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ രാജ്യമാതാവിന്റെ തിരുനാളിൽ കൊടിയേറിയ ഇന്നേ ദിവസം ഞങ്ങൾക്കായി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിനയ ഫ്രാൻസിസ് കല്ലറ പിതാവിനെയും സഹകാർമ്മികരായ സെബാസ്റ്റ്യൻ കല്ലപ്പള്ളി അച്ഛനെയും പീറ്റസ് കട്ടപ്പറമ്പിൽ അച്ഛനെയും വചനപ്രഘോഷം നടത്തിയ നെയ്ച്ചൻ ജോബ് അച്ഛനെയും പരിശുദ്ധന്മാരുടെ വരദാനങ്ങളാൽ നൽകുകയും നയിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തെയും രാഷ്ട്രത്തെ നയിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും അങ്ങയുടെ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. സത്യത്തിലും നീതിയിലും നന്മയിലും സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സ്നേഹസ്വരൂപനായ ദൈവമേ, പരിശുദ്ധ വ്യാപക മാതാവിന്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റ് ജോൺസൺ ചൂരപ്പറമ്പിനെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ പ്രാപ്തമാവട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലിവേദിക്ക് ചുറ്റും അണഞ്ഞിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശാരീരിക പീഡകളാലും മാനസിക അസ്വസ്ഥതകളിലും വേദനിച്ച് പ്രത്യാശയായിട്ട് കഴിയുന്നവരിലേക്ക് അങ്ങയുടെ കൃപകൾ വർഷിക്കണമേ. ദൈവിക വിശ്വാസവും സൗഖ്യവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായവും അവർക്ക് നൽകി എന്നും അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അളവറ്റ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഇടവകയിൽ നിന്ന് മരണമടഞ്ഞു പോയിട്ടുള്ളവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവരിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളും ക്ഷമിച്ച് അങ്ങയുടെ സ്വകീയ മഹിമയിൽ ആനന്ദിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങേ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരണത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടതിലൂടെ തൂവൽ വിരിപ്പായ വെൺമേഘമാടചൂടി തൂവെണ്ണിലാവിൻ്റെ തീരാത്ത ശോഭയാൽ മൂടി അംബികെ നിന്നെ ഇന്നു കാണുന്നു ഞാൻ എൻ്റെ ചാരേ. തൂവൽ വിരിപ്പായ വെൺമേഘമാടചൂടി തൂവെണ്ണിലാവിൻ്റെ തീരാത്ത ശോഭയാൽ മൂടി അംബികെ നിന്നെ ഇന്നു കാണുന്നു ഞാൻ എൻ്റെ ചാരേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.
മുറിവാൽ നിറയുന്നെൻ നെഞ്ചം, മുന്നിൽ നീ എന്ന താരം, ഇരുളാൽ നിറയുന്നെന്നുള്ളം, അമ്മേ നീ എൻ്റെ നാളം. മുറിവേറ്റ ഹൃദയേ നീ അഭയം തരൂ, അമ്മേ വ്യാകുലമാതേ. സ്മൃതിയിൽ സഹനം പുലരും നീ മണ്ണിൽ, നിറയേണമിനിയെന്നുമെന്നും. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. വളരെ സന്തോഷമുണ്ട്. ഇത് വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ഇന്ന് ചടങ്ങുകൾ നടക്കുകയാണ്. ദൈവകൃപയാൽ ഒരു നല്ല തിരുനാൾ ഉണ്ടാകട്ടെ എന്ന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 52 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിൻ കപ്പൽശാലയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഒരേക്കറും സെമിത്തേരിയും വിട്ടുകൊടുന്നതിൽ നിന്നാണ് ത്യാഗത്തിൻ്റെ 52 ആണ്ടുകൾക്ക് ശേഷം ഈ പള്ളിയിൽ ഇന്ന് വീണ്ടും ഒരു പെരുന്നാളിന് കൊടികയറുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം ത്യാഗത്തിൻ്റെ 50 ആണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു പെരുന്നാൾ വീണ്ടും സാഘോഷം കൊണ്ടാടാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്.